നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കണ്ടു. ആ പെൺകുട്ടി പ്രസവിക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സിനിമാ നടൻ്റെ മകൾ ഇതുപോലെ പ്രസവിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്ത സമയത്ത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ തൻ്റെ പ്രസവവും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ റീച്ചാകണമെന്നുള്ളത് കൊണ്ടാകാം ഈ പെൺകുട്ടിയും അവൾ പ്രസവിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. ഇതോടൊപ്പം മറ്റൊരു മുസ്ലിം ദമ്പതികളായ വ്ളോഗർമാർ ഒരു ഓൺലൈൻ ചാനൽ ചർച്ചയ്ക്കിടെ ആ ചെറുപ്പക്കാരൻ ഒരു നാണവുമില്ലാതെ, ഒരു ലജ്ജയില്ലാതെ തൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വെക്കുന്നു. തൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു വയസ്സായില്ല, അതിനു മുന്നേ തൻ്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. റീച്ചിനു വേണ്ടിയും കാശിനു വേണ്ടിയും എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. തൻ്റെ സ്വന്തം ഭാര്യ ഗർഭിണിയായതിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് മുതൽ അങ്ങോട്ട് ഓരോ മാസവും അത്തരത്തിൽ ഓരോ വീഡിയോകൾ ചെയ്ത് അവസാനം ഭാര്യ പ്രസവിക്കുന്ന ആ ഒരു നിമിഷം വരെ ഓരോ എപ്പിസോഡുകളായി ഷൂട്ട് ചെയ്ത് ഓരോ വീഡിയോസായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ ലോകാവസാനം അടുക്കുന്ന സമയത്ത് മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയെടുത്ത് മാറ്റിക്കളയുമെന്നാണ്. എത്ര സത്യമായ കാര്യമാണ്. അത് തന്നെയല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.